അപ്പുറത്ത് പോകരുത്, അങ്ങോട്ട് അലൗഡ് ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇന്ന് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു ടോപ്പ് കാണിച്ചു തരാം. നമ്മൾ നന്ദിയെയും അതേപോലെ ഭൂതങ്ങളെയും. ഇത് ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ ഏതാ വെച്ച് കഴിഞ്ഞാൽ കുരങ്ങുന്ന ഇഷ്ടം പോലെ ഉണ്ട് എന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോ ഒരു കല്ലിന്റെ ഇടയിൽ കൂടി പോകുന്നതാണ്. തോന്നണ്ട, അവിടെ ഒരു മല, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇവിടെ ഒരു മല. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ട പോലെ തന്നെ ഞാനിന്ന് വന്നിരിക്കുന്ന തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലെ വെട്ടുംകോലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വെട്ടുംകോലിലോട്ട് പോകുമ്പോഴുള്ള ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കുന്നത്. തൂത്തുക്കുടിയിലോട്ട് എൻട്രി ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നെൽപ്പാടങ്ങളും അതേപോലെ കൂടുതലും അവിടെ കാറ്റാടി യന്ത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. അതായത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഏകദേശം 5 കിലോമീറ്റർ ഞാൻ കഴിഞ്ഞതപ്പം ആ അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇങ്ങനെയാണ്. ഏതാണ്ട് ഒരു ശ്മശാനം പോലെയാണ് കാണപ്പെടുന്നത്. അതേപോലെ ഒരു 20-25 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ നമ്മൾ ഇങ്ങനെ തന്നെ പോകണം. അതായത് നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി വെള്ളം കുടിക്കാനോ അതേപോലെ കടകളോ അതേപോലെ വർക്ക്ഷോപ്പോ ഒന്നും കാണത്തില്ല ഈ 25 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ തന്നെ സഹിക്കണം. അതുകൊണ്ട് നമ്മൾ പോകുന്നതിന് മുന്നേ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമ്മൾ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് ഇറങ്ങണം. അതുപോലെ ഒറ്റ കടകൾ അവിടെ വഴിയിലൊന്നും കാണത്തില്ല. അതുപോലെ വരുന്നവർ ഫുഡും കൂടി കഴിച്ചിട്ട് ഒരു സേഫ്റ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കരുതി വെക്കാം. ഞാൻ വെള്ളം ഓൾറെഡി കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കൃഷിയിടങ്ങൾ പൊതുവേ കുറച്ചിടത്തൊക്കെ ഉള്ളു. ബാക്കിയെല്ലാം ശ്മശാനം പോലെയാണ്. അപ്പോൾ ആൾക്കാരൊന്നും വലുതായിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കുറച്ച് വരുന്ന ആൾക്കാർ മാത്രമുള്ളൂ. എന്തെങ്കിലും പണിയായി കഴിഞ്ഞാൽ പോലും നമ്മൾ ഒറ്റയ്ക്ക് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പോകാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതേപോലെ തൂത്തുക്കുടി എന്ന് പറയുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഉപ്പാണ് പറയുന്നതെങ്കിൽ പോലും ഞാൻ കണ്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ കടൽത്തീരത്തിനടുത്തായിട്ടൊന്നും പോയില്ല, അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു കുറച്ച് കിലോമീറ്റർ കൂടി ഉള്ളു. അപ്പം നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഞാനിപ്പം കൊല്ലത്ത് നിന്ന് നമ്മൾ ഏകദേശം ഒരു 160 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള വെട്ടുംകോലാണ്. അതുപോലെ തൂത്തുക്കുടിയിൽ നിന്ന് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് 90 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തൂത്തുക്കുടി ഉള്ളവർക്ക് അവിടുന്ന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാൻ കൊല്ലത്ത് നിന്ന് വന്നുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി രാവിലെയാണ് ഇറങ്ങിയത്. അപ്പോൾ കറക്റ്റ് നമ്മളിപ്പം കഴുകുമല എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിന് ഏതാണ്ട് ഒരു കുറച്ച് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ കുറച്ചുകൂടി പോകണം കേട്ടോ. അപ്പം നമ്മൾ ഈ പോകുന്ന മല ഇതാണ് സാധനം. അപ്പോൾ ഇത് ഏകദേശം നല്ല ഒരു വിസ്തീർണത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല മലയുടെ. അപ്പോൾ നമ്മൾ ആ മലയുടെ ഭാഗത്തോട്ട് എൻട്രി ആകുമ്പോൾ തന്നെ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിൽ ചെയ്യപ്പെട്ട ഒരു വെട്ടുംകോലാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു മുരുകൻ ക്ഷേത്രമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫ്രണ്ട് നടപ്പാതയാണ്. നടപ്പാത പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പുറത്തും 2 സൈഡ് നിറങ്ങും ചെറിയൊരു കനാൽ പോലെയാണ് കാണപ്പെടുന്നെങ്കിലും വെള്ളം ഇല്ല. അതായത് ഇപ്പോഴത്തെ ചൂടിന് പറയേണ്ട ആവശ്യമില്ല, വറ്റി വരണ്ടിരിക്കുകയാണ്. അതേപോലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇതേപോലത്തെ ക്ഷേത്രങ്ങൾ കവർ ചെയ്ത് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അതേപോലെ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറുന്നതിലൊക്കെ ഏറ്റവും മെയിനായിട്ടെന്ന് പറയുമ്പം നമ്മളെ ഈ പാറയ്ക്കകത്ത് തന്നെ കൽവെട്ടിയ ചില വഴികളാണ്. ചിലതൊക്കെ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തതാണ് ഇതിനകത്ത് പൊതുവെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കയറ്റം കയറി പോകുമ്പോഴത്തേക്ക് നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു മുരുകൻ ക്ഷേത്രം വരും. അത് കുറച്ചുകൂടി മേളിലായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വഴിയായിട്ടാണ് പോകുന്നത്. ഒന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ നമ്മുടെ റൈറ്റ് സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെട്ടുവൻ ക്ഷേത്രം, അതായത് കല്ലിൽ തന്നെ കൊത്തിപ്പണിഞ്ഞ കുറച്ച് ശില്പങ്ങൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണാൻ വന്ന വെട്ടുവൻ കോയിലാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അവിടെ തന്നെ പോയി പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം പോകുന്ന വഴിക്കുള്ള പാറയ്ക്കകത്ത് തന്നെ കൊത്തിപ്പണിഞ്ഞ കുറച്ച് സ്റ്റെപ്സാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പം മുമ്പ് എനിക്കൊന്നും ഈ തൂണൊന്നും ഇല്ല എന്നതാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴാണ് ഈ തൂണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം വരുന്നവർക്കും അതേപോലെ വയസ്സായുള്ളവർക്കൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ് പിടിച്ചു കയറാൻ. അപ്പോൾ എല്ലാവരും മെയിനായിട്ട് ഈ ഒരു വെട്ടുംകോലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടാണ് പിന്നെയാണ് ഈ ഒരു മുരുകൻ ക്ഷേത്രത്തിലോട്ട് കയറുന്നത്. അതുപോലെ ഞാൻ വന്ന സമയം പൂജ ടൈം ആയിരുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഇവിടെ കയറിയിട്ട് നമുക്ക് അപ്പുറത്തും കൂടി പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വരുന്ന 2 അമ്മമാരടുത്ത് ചോദിച്ച് അപ്പോൾ ഈ കയറി വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നമുക്കൊരു തൂണിരിക്കുന്നുണ്ടാണ് നല്ല കാര്യം. നടത്തേം കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് നേരത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഈ സ്റ്റെപ്പ് ഒന്ന് കയറി വരണം. അതുപോലെ ഇവിടെ നമുക്ക് നടന്നു പോകാനുള്ള, അതായത് പിടിച്ചു പോകാനുള്ള ഇത് കമ്പിയായിരുന്നു എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് പോകരുത്, അങ്ങോട്ട് അലൗഡ് ആയിരിക്കത്തില്ല.
അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കറക്റ്റ് സമയം 4 മണി എണ്ണം കഴിഞ്ഞെന്ന് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ മേളിലാണ് നമ്മൾ ആ മുരുകൻ ക്ഷേത്രം വരുന്നത്. അപ്പോൾ കൂടുതൽ പേരും ഈ ക്ഷേത്രം കാണുന്നതിന് മുന്നേ ഇവിടുത്തെ വെട്ടംകോല് കണ്ടിട്ടാണ് വരുന്നത്. ഇന്നത്തെ ആ പാണ്ഡ്യ കാല രാജാക്കന്മാർ അതിനകത്ത് ഒരു മല ചെയ്യിപ്പിച്ചതാണ്. ഇപ്പം പറയുന്നതിനെ കാട്ടി നിങ്ങൾക്ക് താഴെപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കയറിയ മുതൽ നമ്മൾ മൈക്ക് ഞാൻ ഓൺ ചെയ്തായിരുന്നു. ഓൺ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ രണ്ടാമതിരിക്കുന്ന മൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി പോയി. അപ്പം നമ്മൾ സംസാരിച്ച് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. ആ മൈക്കിൻ്റെ ഒരു ചെറിയ എററാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ ഞാൻ കോട്ട് കൈയോടെ കൊണ്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയതായിട്ട് നനഞ്ഞുമില്ല. പിന്നത്തെ വിഷയം എന്ന് പറയുമ്പം നമുക്ക് വലുതായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പൊതുവേ ഞാനിപ്പോൾ നമ്മളെ ഈ ഫോണിലാണ് എല്ലാം ചെയ്യുന്നതും എടുക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഒരു വെട്ടുകോവിൽ. അപ്പോൾ നമ്മുടെ ഈ വെട്ടം കൂടെ നമ്മുടെ അനിയനില്ല, അവന് ക്ലാസ്സൊക്കെ തുടങ്ങിയുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളൊരു കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ കയറി എന്നുള്ളൂ. ഇവിടുത്തെ ഇത് കണ്ടോ, എവിടെ നോക്കിയാലും പാറകളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി കേട്ടോ. ഇത് 24 hours ഉണ്ട്, എങ്കിലും ചിലപ്പോൾ ഇത് പൂട്ടിയേക്കും. ഈ ലോക്ക് ഇവിടെ പൂട്ടി വെച്ചേക്കുന്നതായിട്ട് കാണാം. 8-ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം 1200-1500 വർഷം ബാക്കോട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. അതായത് ആ കാലഘട്ടങ്ങളിൽ പാണ്ഡ്യ രാജാക്കന്മാർ ഇവിടെ ഒരു ശിവന് വേണ്ടി ഒരു ക്ഷേത്രം പണിയുകയുണ്ടായി. അതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ ആണ് ഈ കാണാൻ പോകുന്നത്. അപ്പം അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടാണ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ അത്ഭുതമാണ്. അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തുള്ള ക്ഷേത്രം നമ്മൾ ഇന്നും കാണുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ അത്ഭുതമാണ്. അപ്പോൾ മിസ് ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് തന്നെ എല്ലാം രേഖപ്പെടുത്താം. അപ്പോൾ ഇതെന്ന് പറയുമ്പം നമ്മളിപ്പം വെട്ടുംകോൽ എന്ന് തന്നെ അറിയപ്പെടും. അപ്പോൾ ഈ വെട്ടുംകോൽ എന്ന് പറയുന്നതിന് മുന്നേ ഞങ്ങൾക്ക് രണ്ടായിട്ട് തന്നെ തരംതിരിക്കാം ഈ ഒരു ക്ഷേത്രം. ഇപ്പോൾ നോർമലി ഒരു വീട്ടിൽ നമ്മൾ പോയി പണിയുകയാണെങ്കിലും മെയിനായിട്ട് അടിസ്ഥാനമാണ് കെട്ടുന്നത്. അപ്പോൾ നമ്മളൊരു രണ്ടാമത് ക്ഷേത്രങ്ങളൊക്കെ പോയി പണിയുകയാണെങ്കിൽ കട്ടമേൽ കട്ട വെച്ച് അടുക്കിയാണ് ഓരോ ക്ഷേത്രങ്ങളും പണിയുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. അതായത് ഒരു പാറ മൊത്തത്തിൽ ഉടച്ചെടുത്ത്, ഓക്കെ ശ്രദ്ധിക്കുക, ഒരു പാറ മൊത്തത്തിൽ ഉടച്ചെടുത്ത് വെറും ഉളികൾ മാത്രം വെച്ച് ചെയ്ത ഒരു ഗോപുരം, അതായത് ഒരു എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ മെയിനായിട്ട്. നമ്മളൊരു ശിവൻ്റെ ക്ഷേത്രമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ 4 സൈഡും നന്ദികളും അതുപോലെ വിഷ്ണുവും എല്ലാം ഇതിനകത്ത് അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് ചെയ്ത് നമ്മൾ ഈ മേളിൽ നിന്നുള്ള ഓരോരോ വ്യൂ ആണ്. 4 സൈഡും നമ്മൾ നന്ദികളുണ്ട്, അതുപോലെ നമ്മൾ നരസിംഹ രാജാവും അതുപോലെ ഭൂതങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പൊതുവെ ഇപ്പോൾ ഇതിനകത്ത് ക്ഷേത്രം ഓപ്പൺ ആയിട്ടില്ല, അതായത് പൂജ ടൈം അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പം താഴെ ചെന്ന് കഴിഞ്ഞാൽ അകത്ത് അതായത് കയറാൻ പ്രവേശിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും താഴെ പോയി നോക്കാം. അപ്പം ഇത് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് നിങ്ങളിപ്പോൾ ഈ അവിടെ വന്നില്ലേ, അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ തന്നെ ഈ കയറുന്നതിൻ്റെ എൻട്രി തന്നെ ഈ സ്റ്റെപ്പുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി വരാം. ഇങ്ങനെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് താഴെ തന്നെ പോയി കാണാം. മേളിലും പോയി കാണാം. അപ്പം സേഫ്റ്റി നോക്കുക. നമുക്ക് ഈ സൈഡിൽ നിന്ന് പറയുമ്പം പിടിച്ച് നിൽക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് കാണാൻ നോക്കുക. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ലൊക്കാലിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ക്ഷേത്രം ഒന്ന് പോയി കാണാം അല്ലേ. അപ്പോൾ നമുക്ക് അത്ര അടുത്ത് പോയിരുന്ന് കാണാം. അപ്പോൾ ഇതിപ്പം കുറച്ച് ഡാമേജൊക്കെയാണ്, അതുപോലെ ഫുള്ളായിട്ടൊന്നും പണി തീർന്നിട്ടില്ല ഇപ്പോഴും. അതായത് ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി കണ്ടോ, കാണാൻ തന്നെ വേറല്ലേ. ഇതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വെയിലടിക്കുന്നുണ്ട്, ചെറിയൊരു ഇതായിട്ട് തോന്നുന്നു. ഒരു പാറയെന്ന് കൊത്തി പണിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിത് കണ്ടാൽ വിശ്വസിക്കുമോ? ഇതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, എല്ലോറ എന്ന് പറയും. നമ്മൾ മഹാരാഷ്ട്രയിലെ ഇതിൻ്റെ സെയിം, മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു, ഇതിൻ്റെ സെയിം ഒരു വലിയൊരു പാറയ്ക്കകത്തുനിന്ന് കൊത്തി പണിയൊരു ശില്പരൂപം അവിടെ ഉള്ളതായിട്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് കവാടം, കണ്ട.
ഇതിൽ വെയിലടിക്കുന്നുണ്ട്, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ ഇച്ചിരി മുന്നോട്ടൊന്ന് കാണിച്ചു തരാം. ഇതണ്ട, എന്നാലും ഇരുട്ടാണല്ലോ. ഇച്ചിരി സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇതണ്ട, ഇതൊരു പാറയ്ക്കകത്തുനിന്ന് ഫുള്ളും കൊത്തിപ്പണിഞ്ഞ് ചെയ്ത ഒരു വെട്ടും കോവിലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരു കാലഘട്ടത്തിലും ഇത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് ചെയ്ത ആശാരിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും വലിയൊരു അത്ഭുതമല്ലേ. അപ്പോൾ ഞാൻ നമ്മളെ സൈഡിലോട്ടൊന്ന് പോകാം. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പം നമ്മുടെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിവനാണ് ഏറ്റവും മെയിൻ അകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ 4 സൈഡിലും നന്ദികളും അതേപോലെ ഭൂതങ്ങളും പിന്നെ മഹാവിഷ്ണു, മുരുകൻ, ഗണപതി അങ്ങനെ ഒത്തിരി ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അറിയപ്പെടുന്നത്. കണ്ടോ എത്ര മൈന്യൂട്ടായിട്ട് ചെയ്തിരിക്കുന്നതൊക്കെ. ഇതിന് എല്ലോറ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കണ്ടോ ഇവിടം വരെയൊക്കെ വന്നിട്ട് ഓൾമോസ്റ്റ് പണിയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു പാറയ്ക്കകത്തു നിന്നൊക്കെ ഇത്രയും കൊത്തി പണിഞ്ഞതൊക്കെ പറയുമ്പോൾ നോക്കി ഇതുണ്ടോ, എത്ര വർഷമായി കാണൂല്ലേ ഇതൊക്കെ പണിയാൻ. ഇതിപ്പം നമ്മളെ ഏകദേശം ഒരു 10-15 അടി ഫീറ്റ് കാണും തോന്നുന്നു കേട്ടോ. 10-15 അടി ഫീറ്റ് കാണും ഈ ഒരു ക്ഷേത്രത്തിന്. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഭൂതങ്ങളാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്, പാമ്പിനെയൊക്കെ പിടിച്ച് കൈ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളെ സിംഹരാജാവ് നരസിംഹയും അതുപോലെ ശിവൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഒക്കെ ഡാമേജ് ഉണ്ട് കണ്ട. അതുകൊണ്ട് ഇവിടെയും ഓൾമോസ്റ്റ് ഇതിൻ്റെ അടിയിൽ ഇനിയും പോകേണ്ടതാണ് കേട്ടോ. അമ്പലം ക്ഷേത്രം ഇനിയും ഇതിനകത്ത് ചെയ്യേണ്ട പണികളുണ്ട്. പക്ഷേ ഇത് നിർത്തി വെച്ചിരിക്കുകയാണ് കണ്ടോ. അതുകൊണ്ട് ഈ ഭാഗത്തിലാണെങ്കിൽ 2 ശില്പങ്ങൾ ഇവിടെ പണിഞ്ഞിരിപ്പുണ്ട്. അപ്പം പൊതുവെ ഈ ഒരു ക്ഷേത്രം വെട്ടുവൻകോവിൻ്റെ ഒരു ക്ഷേത്ര ഹിസ്റ്ററിയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡീറ്റെയിൽ അല്ല മിക്കവരും പറയുന്നത്. അപ്പോൾ ഇപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇതിന് കിട്ടിയിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം 1-2 പേർത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇത് ഏറ്റവും മെയിൻ നിറവും ഒരു അച്ഛനും മോനും കൂടി ചെയ്തപ്പെട്ട ഒരു ക്ഷേത്രം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പം ഏറ്റവും ടോപ്പ് മുതൽ അടിത്തറ വരെ അതിൻ്റെ പകുതി വരെ അത്രയ്ക്കും മൈന്യൂട്ടായിട്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ നമുക്കൊരു ശില്പമൊക്കെ പണിയുമ്പോൾ തന്നെ എത്ര സമയങ്ങളെടുക്കും ഇല്ലേ. അപ്പോൾ ഒരു ക്ഷേത്രം പണിയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു അത്ഭുതമുള്ള കാര്യമാണ്. അതുപോലെ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് മഹാവിഷ്ണു, നമ്മളെ ദക്ഷിണമൂർത്തിയൊക്കെയാണ് വരുന്നത്. ഏറ്റവും മെയിൻ നിർവ്വം നമ്മളുടെ ശിവന് വേണ്ടി ചെയ്തൊരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ നിങ്ങളിതിനകത്ത് കാണാൻ തന്നെ മനസ്സിലാവും പകുതി അതായത് കൈയും കാലും ഓരോരോ ഭാഗങ്ങളിൽ ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള ഡീറ്റെയിൽസ് ഇന്നും ആർക്കൊരു വിവരമല്ല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏറ്റവും ഗോപുരം നമ്മൾ ഈ നമ്മളെ അതായത് ബോധം ഇരിക്കുന്നതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഓരോരോ ഗോപുരങ്ങളുണ്ടോ അതൊക്കെ അല്ല ഇത്രയ്ക്കും മൈന്യൂട്ടായിട്ടൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ്. അപ്പോൾ കുറച്ച് ഇടത്ത് ഡാമേജൊക്കെ ഉണ്ട്. ഇത് പകുതി വരെ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ക്ഷേത്രം പണിത് നിർത്തലാക്കി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ അതിന് അത്യാവശ്യം നമുക്ക് നിൽക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ഭാഗം മൊത്തം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ ഒരു ഗോപുരം അതായത് നമ്മുടെ ഒരു ക്ഷേത്രം പണി എന്നറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു എല്ലോറ എന്ന് പറയുമ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലാണെന്നാണ് അറിയപ്പെടുന്നത്. എനിക്കൊന്ന് മഹാരാഷ്ട്രയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേർഷനാണ് നമ്മുടെ ഒരു തമിഴിലെ എല്ലോറ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓരോരോ വിഷയങ്ങളും നമ്മൾ ഇതേപോലെ ഇൻട്രസ്റ്റോടുകൂടി ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വരണം. നമ്മളിപ്പോൾ 4 ഭാഗവും കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് മിക്കതിലും ഡാമേജാണ്. ഇതിനകത്ത് കൂടുതലും നമ്മളെ ഭൂതങ്ങളാണ് നിൽക്കുന്നത് തന്നെ. അതുപോലെ ഏറ്റവും മേളിൽ നമ്മളെ നരസിംഹരാജാവും 4 സൈഡിലും ചുറ്റുനും നമ്മുടെ നന്ദിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരെ അടുത്ത മറു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മഹാവിഷ്ണുവാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പം അത്രയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ വളരെ അത്ഭുതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ് ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. നമ്മുടെ വെട്ടുംകോലി എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ആരും മിസ് ചെയ്ത്. അപ്പോൾ അത്രയ്ക്കും മൈന്യൂട്ടായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ മിസ് ചെയ്യരുത്. ഇത് നമ്മുടെ കറക്റ്റ് ഞാൻ ലൊക്കേഷൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. കഴുകുമലയിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വെട്ടുംകോലി
പോലും തന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മളെ ഏറ്റവും മെയിൻ നമ്മുടെ ശിവനാണ് ഇരിക്കുന്നത്. നമുക്ക് അത്തുകൂടി വെച്ചാൽ അകത്ത് അലൗഡല്ല. അപ്പം പൂജ ടൈം ആയിരിക്കത്തില്ലെന്ന് തോന്നുന്നു, അടച്ചിരിക്കുകയാണ്. കണ്ടകത്ത് ഗണപതിയാണ് കേട്ടോ ഇരിക്കുന്നത്, ശിവനല്ല ഗണപതിയാണ്. അകത്തെല്ലാം കൊത്തിപ്പണിഞ്ഞിരിക്കുന്നുണ്ടോ? ഇവിടെയും ഏതാണ്ട് ശില്പങ്ങളൊക്കെ വരാനുള്ളതായിരിക്കാം. പക്ഷേ എന്താ കൊത്തിപ്പണിഞ്ഞ് ഓക്കെ ഈ ആകൃതി ഉണ്ടാകും, മൊത്തം ഒളി വെച്ച് മാത്രം ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതെങ്കിലും രൂപങ്ങൾ വരാനുള്ള സിംറ്റംസ് ആയിരിക്കാം. കണ്ടോ മേളിലും കൊത്തിപ്പണിഞ്ഞിട്ടുണ്ട്, അത് ഈ ഭാഗത്ത് ഉണ്ടോ. അപ്പോൾ ഈ നമ്മൾ അമ്പലത്തോട്ട് കയറുമ്പോഴും അത് ഈ ഒരു ഭാഗത്തും എല്ലാം കൊത്തി മൈന്യൂട്ടായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊരു പ്രശ്നത്തിന് ശേഷം ഈ ഒരു അമ്പലം പിന്നെ വീണ്ടും പുതുക്കി പണിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 8ാമത്തെ സെഞ്ചുറി പണിഞ്ഞ ഒരു ക്ഷേത്രം. മേളി കണ്ടോ നിങ്ങൾക്ക്, പാതിയൊക്കെ പണിഞ്ഞിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഉണ്ടാവും ഇവിടെ ഭൂതങ്ങളുടെ ഒരു ശില്പമാണ്. അന്നേരം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മൾ അതുപോലെ ഇനിയും പല പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമ്മളിപ്പം കറക്റ്റ് വെട്ടൻകോലിൻ്റെ ഒരു ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. ഇനി നമുക്കിനി അടുത്ത മുരുകൻ കോവിലിൻ്റെ, അതായത് ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് നമുക്ക് ആ ഒരു വ്യൂ കൂടി ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെയാലും മുന്നേ തന്നെ കുടയും അതേപോലെ തൊപ്പിയായിട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. എല്ലാം സെറ്റപ്പാണ്. പിന്നെ പാൻറ്റില്ല, നമ്മുടെ റെയിൻകോട്ടിൻ്റെ പാൻറ്റില്ല, നമ്മളെ ഷർട്ട് മൊത്തത്തിൽ ആയിട്ടുള്ളത്. എന്നാലും പാൻറ്റൊക്കെ നനയുന്നതിനും കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മളിതാ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. വേണ്ടോ, പാറയ്ക്കകത്ത് തന്നെ വെട്ടിയ ശില്പങ്ങൾ ഇരിക്കുകയാണ്. നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുമോ അറിയാൻ വയ്യ, എന്തായാലും നോക്കാം. അങ്ങനെ നമ്മളിതാ മുരുകക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുകയാണ്. ചെരുപ്പം എടുത്തിട്ട് പോവോ, ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. ചെരുപ്പ് എടുത്തിട്ട് വരുമാണേ, ചെരുപ്പ് എടുത്തിട്ട് വരുമാ പോട്ടില്ല. അപ്പോൾ ചെരുപ്പ് എടുത്തിടാൻ പറഞ്ഞേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാലേ കുരങ്ങുന്ന ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചെരുപ്പ് സേഫ്റ്റി ഇട്ടേക്ക് നല്ലതെന്ന് പറഞ്ഞില്ലേ, കൊണ്ട് കഴിഞ്ഞാൽ അവർ ഉറപ്പൊന്നുമില്ല എന്നാണ് അറിയപ്പെടുന്നത്. വേണ്ടോ, കുരങ്ങ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എൻ്റെ ഇത് തിന്നാനുണ്ടെന്നും പറഞ്ഞ് ഓടി വരിക. മൊത്തം കുരങ്ങ. ഓ, ഇത് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെളിയിൽ കയറാൻ പറ്റും തോന്നുന്നില്ല. ഇവിടെ നിന്ന് തന്നെ നിങ്ങളെല്ലാവരും കാണിച്ചു തരാം. കൂട്ടിയിരിക്കുകയാണ്. ഒത്തിരി കല്ലിട്ട് വെച്ച് കേട്ടോ, 1 2 അല്ല. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓരോരോ തമിഴ് ഭാഷകൾ, തമിഴാണോ എന്താ കാണിച്ചുതരാം, കറുത്ത് സൂം ചെയ്യണ്ട. തമിഴുണ്ട്, അത് കല്ലിൽ തന്നെ കൊത്തി വെച്ചിരിക്കുകയാണ്. അതിനകത്തിപ്പോൾ കുറച്ചൊക്കെ ഡാമേജ് ആണ് കേട്ടോ. അതേപോലെ അതിൻ്റെ താഴെ
അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും മേളിൽ കയറുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാം കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ നമുക്ക് സമയവും കുറവാണ്. മേളിൽ കയറണമെന്നുണ്ട്, നോക്കാം. എന്നുവെച്ചാൽ ഇപ്പം തന്നെ ഏകദേശം 4:15 4:02 കഴിഞ്ഞ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം. അതായത് ആ വെട്ടും കോവിൽ കണ്ടോ. അതുകൊണ്ട് ഈ കുരങ്ങന്മാർ നമ്മളെ കൂടെ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ പോലും ചെരുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ടുള്ള പണിയാണ് പറഞ്ഞു. മീനി ഒന്ന് വെക്കുകയാണ്. ഓ, കുരങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നാളെ ഇതിൻ്റെ ഒരു ഭാഗം നടന്നു പോകുന്നുണ്ട്. ഇവിടെ മുരുകനാണ്. ഇപ്പോൾ എന്തെങ്കിലും തുറന്നില്ല. സമയം പൂജയ്ക്കുള്ള സമയമൊന്നും ആയിട്ടില്ല. എനിക്കൊന്നൊരു 5-5:30 ആവും തോന്നുന്നു തുറക്കാൻ. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിനോട് ചേർന്നുള്ളൊരു വഴി കൂടെ കണ്ടോ, ഈ വരുന്ന വഴി തന്നെ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക് എന്തുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ നടക്കാമായിരുന്നു. ആദ്യത്തിന് നമ്മൾ തിരിച്ചു പോയിട്ട് വരാത്ത നന്നായി. അതുകൊണ്ട് ഈ വഴി കൂടെ നമുക്ക് നടന്നു പോകുമ്പോഴുള്ള പിടിച്ചു പോകാനുള്ള എല്ലാം ഉണ്ട്. എന്താ നല്ല കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി കാറ്റാണ്. ഇതേണ്ട ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മളെ വെട്ടുംകോലിൻ്റെ ഏറ്റവും മേളി വരെ നമ്മൾ കയറിയിട്ടില്ല. അതിൻ്റെ പകുതി മാത്രം വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള കാഴ്ചകളാണ്. ഇവിടെ കുറച്ച് ഗുഹകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗുഹയിൽ കയറുന്നില്ല. അതുകൊണ്ട് ഇവിടെയും കല്ലുവെട്ടിയായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് മേളിൽ കയറി നോക്കാം. നമ്മളെന്തെങ്കിലും മേളിൽ കയറാൻ പോവുകയാണ്. കണ്ടോ, ഇപ്പോൾ ഈ വഴി എന്ന് പറയുമ്പോൾ കുറച്ച് ഡാമേജൊക്കെ ആയിട്ടുള്ള ഇതായിട്ടിരിക്കുകയാണ്. ആ വഴി നമുക്കൊന്ന് പോവാം. ഓ, നല്ല അടിപൊളി കാറ്റ്, നമുക്ക് അടിപൊളി കാറ്റ്. അടിപൊളി. ഓ, ഞാനിപ്പോ ഒരു കല്ലിന്റെ ഇടയിൽ കൂടി പോകുന്നതാണ്. ഓ, ഇപ്പൊ കാറ്റ് പറഞ്ഞു. ഇവിടെ ചെറിയൊരു തടാകം പോലെ കാണുന്നുണ്ട്. എവിടെ സൗണ്ട് എടുക്കുന്നത്? കിടിലം കാറ്റാത്ത ഒരു രക്ഷയില്ല. ചെറിയൊരു മഴയും ചെറിയൊരു മൂടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത കേരളം വന്നത് ഇതിന്റെ മേളിലോട്ടാണ് കേട്ടോ. അവിടെ ഈ ഒരു വഴിയുണ്ട്.
ഉണ്ട്. ഇതിൻ്റെ മുകളിലോട്ടാണ്, കുറച്ച് കയറ്റമാണ്, കുത്തനുള്ള കയറ്റം. ഇതും നോക്കാം നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമെന്നുള്ളത്. ഇതിന് മേളിൽ പോകണമെങ്കിൽ നല്ലൊരു കിടിലൻ വ്യൂ ആണ് കേട്ടോ. നമ്മളിപ്പോൾ നിന്നപ്പോൾ തന്നെ ഒരു രക്ഷയില്ല. അതുപോലെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ട്രക്കിംഗ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര വലിയ ഇതൊന്നും അല്ല, കുറച്ചെടുത്ത് പ്രയാസമുള്ളൂ, പെട്ടെന്ന് തന്നെ കയറാം. വീടൊക്കെ നോക്കി നമുക്ക് നമ്മൾ ഈ ഒരു സൈഡ് ഹെൽമെറ്റ്, അതുപോലെ ഒരു സൈഡ് നമ്മൾ സെൽഫി സ്റ്റിക്ക് ഇതും പിടിച്ചാണ് കയറി. നമ്മളങ്ങനെ മലയുടെ ഏതാണ്ട് മേളി വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, ഇതുണ്ടോ മലയുടെ നമ്മൾ ഏതാണ്ട് മേള് വരെ എത്തിയിട്ടുണ്ട്. കണ്ടോ, അത് അവിടെ ഒരു ക്ഷേത്രമുള്ളതുണ്ടോ. ഞാനിവിടെ വന്നപ്പോൾ തൊട്ടുള്ള ഫാമിലീസാണ്, അവരിപ്പോഴും ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ഇനി ആൾക്കാർ വരത്തുള്ളതാണ് കേട്ടോ പൂജ ടൈമിങ്ങിൽ. നമ്മളിപ്പം ഇപ്പം എത്ര 5 മണി ആവാറായി. നമ്മളങ്ങനെ മേളോട്ടൊന്ന് കയറി നോക്കാം. ട്രക്കിംഗ് ഒക്കെ ചെയ്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിഷയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ട്രക്കിംഗ് ഒക്കെ ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടുപെടും. അതുപോലെ സ്റ്റെപ്സൊക്കെ കുറച്ചുള്ളെങ്കിലും കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. ഒരു വ്യൂ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് കയറാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി തിരിച്ച് കൊല്ലത്ത് വിടാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലമൊന്നും അല്ല ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. അൺഫോർച്ചുനേറ്റ്ലി പ്ലാനൊക്കെ ചെയ്ത് രാവിലെ ഇറങ്ങിയപ്പം ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പോൾ നമ്മൾ വീണ്ടും മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട മേളിൽ നിന്നുള്ളൊരു വ്യൂ ഒക്കെ മേള് മൊത്തം കുരങ്ങാൻ തോന്നു കേട്ടോ. നമ്മളെ കണ്ടോണ്ടാണ് എവിടെയും വന്ന്. ഏതായാലും മേളിലും കൂടി ഒന്ന് പോയി കയറി നോക്കാം. അപ്പോൾ എല്ലാവരും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് ട്രക്കിംഗ് ഒക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഏറ്റവും ചോട്ടി ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഓക്കെ, എവിടെ നോക്കി കഴിഞ്ഞാൽ മൊത്തം പറയാം. ഓക്കെ, അതുകൊണ്ട അവിടെ ഒരു മല, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇവിടെ ഒരു മല. ഓക്കെ, കറങ്ങുമ്പോൾ മൊത്തത്തിൽ മല നിൽക്കും ഇവിടെ. നമ്മളവിടെ വരെ മേള് വരെ ടോപ്പ് വരെ കയറിട്ടെ നമുക്ക് വ്യൂ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. എനിക്ക് തോന്നുന്നു ആ തൂണൊന്നുമില്ലെങ്കിൽ ഒരുപക്ഷെ കയറി വരാൻ പറ്റുമെന്നുള്ള ഡൗട്ട് തന്നെയാണ് കേട്ടോ. മുമ്പൊന്നും തൂണില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഈ തൂണൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ നീണ്ട കുറച്ച് പരിശ്രമത്തിനൊടുവിൽ
അമ്പലത്തിലെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കേട്ടോ അങ്ങനെ നമ്മളെ കണ്ടു. ഫ്രണ്ടിൽ നമ്മളെ നന്ദി ഇരിപ്പുണ്ട്, അതുപോലെ ഒരു നാഗരാജവും ഇരിപ്പുണ്ട്. കേട്ടോ ഹെൽമെറ്റൊന്നും പറന്നു പോകട്ടെ, ഹെൽമെറ്റൊക്കെ പറന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മള് വെട്ടം കൊണ്ടാണ്. എനിക്കൊന്ന് ഏകദേശം ഒരു 2000 മീറ്റർ പോലില്ല ഉയരം. എനിക്കൊന്ന് നമ്മൾ വന്ന ആ വഴിയാന്ന് തോന്നാം കേട്ടോ. ഓട്ടോറിക്ഷ വരുന്നുണ്ടോ കണ്ടോ, ആ വഴിയാന്ന് തോന്നുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഉടനെ വിടണം. ഈ ഹെൽമെറ്റ് കേട്ടോ, വേറെ ലെവല്. ഓക്കെ, നമ്മൾ അമ്പലത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ ഒരു വ്യൂ ആണേ. ഇതാണ്, അത്രേ ഉള്ളു. അപ്പൊ മച്ചന്മാരെ, നമ്മൾ അടുത്ത ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളെങ്ങനെയാ വന്നത്? നിങ്ങൾ ആ വഴിയാന്ന് തോന്നുന്നു. അല്ല, ഈ വഴിയായിരിക്കും. വഴി ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നത്. ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 വർഷം പഴക്കം മുമ്പേ മനുഷ്യന്മാര് ജീവിച്ചിരുന്നതായിട്ടുള്ള കുറച്ച് തെളിവുകൾ നമ്മുടെ തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അത് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുവരെ നമ്മൾ വീഡിയോ ഇട്ടതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് മച്ചന്മാരെ. ബൈ ബൈ.